സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം യേശു ചെയ്ത ഒരു അത്ഭുതത്തെ കാണാൻ പറ്റും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, സ്വാഭാവികം. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, എത്ര വർഷം കൊണ്ട് ഇത് യേശുവിൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾ? എത്ര വർഷം കൊണ്ട് സ്തോത്രം കർത്താവിൻ്റെ വചനം വായിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അത്ഭുതം നിങ്ങളുടെ സ്തോത്രം കരങ്ങളിൽ നിന്ന് നടക്കുന്നില്ല? കുറ്റപ്പെടുത്തണമെന്ന് വിചാരിക്കല്ലേ, ശ്രദ്ധിച്ചു കേട്ടോ. തിരുവചനം പറയുന്നു, 1 സെക്കൻഡ് കൊണ്ട് ആ 2 പേര് ആ കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചു. കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കോരിക്കൊണ്ട് പോകാൻ പറഞ്ഞു. പോ. വല്ല മനസ്സിലായ? 2 സെക്കൻഡ് കൊണ്ടാണ് അവരുടെ കരങ്ങളിൽ ആ അത്ഭുതം യേശു ചെയ്യിപ്പിച്ചു കൊടുത്തത്. 10 വർഷം, 5 വർഷം, 38 വർഷം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഞാൻ വന്നിട്ട് 20 വർഷം ആവുള്ളൂ. കർത്താവിൻ്റെ കൃപയാൽ നമ്മൊരു അത്ഭുതം കാണാനും പറ്റിയിട്ടില്ല, ഒരു അത്ഭുതം ചെയ്യാനും പറ്റിയിട്ടില്ല. എന്ത് കാരണം? അനുസരണയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നു, ഒക്കെ ചെയ്യണം, കുറ്റപ്പെടുത്തുന്നതല്ല. നിൻ്റെ നേരെ ഒരു പ്രശ്നം വരുമ്പോൾ, നിൻ്റെ നേരെ ഒരു സ്തോത്രം വിഷയം വരുമ്പോൾ, നീ മറ്റുള്ളവരിൽ ആശ്രയം വയ്ക്കാതെ നിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൽ നീ ഒന്ന് ആശ്രയിച്ചു നോക്ക്. ദാവീദിനെ മേൽ അഭിഷേകം ചെയ്തിട്ട് ദാവീദ് നേരെ കാട്ടിലേക്കാണ് പോയത്, ആടുകളെ മേയ്ക്കാൻ. ഞാൻ ചോദിച്ചു, ദാവീദ്, നിങ്ങളൊരു രാജാവിൻ്റെ അഭിഷേകമല്ലേ നിങ്ങളുടെ മേൽ വീണേ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ആടും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയേ? സ്തോത്രം. അത് അപ്പൻ്റെ ആടുകളാണ്. അപ്പൻ പറയണത് ഞാൻ കേൾക്കണം. നിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. അപ്പനും ഭാര്യയും മക്കളും ഒക്കെ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, അത് കേൾക്കണം. പക്ഷെ അത് അഭിഷേകത്തിൽ കോട്ടം തട്ടുന്ന ഭയത്തിൻ്റെ വാക്കുകളാണെങ്കിൽ നീ റിജക്റ്റ് ചെയ്യണം. കാരണം നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന സ്തോത്രം അഭിഷേകത്തെ നീ കാത്തുപരിപാലിക്കേണ്ട ഒരു കടമ നിനക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. കാരണം ഈ സ്തോത്ര മാസത്തിൽ നീ അഭിഷേകത്തിനകത്ത് ഇരുന്ന് ആ പവറിനെ കൂട്ടിക്കൊണ്ട് കുറച്ച് കളയരുത്. സാത്താൻ യോബിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി എങ്ങനെ പൊളിച്ചകത്ത് കയറാൻ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ ഊടാടി സഞ്ചരിച്ച് കറങ്ങിയൊക്കെ വന്ന് തല കുത്തനെ നിന്നിട്ടും അങ്ങേർക്ക് ആ വേലി വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയുടെ വേലി, നിൻ്റെ വിശ്വാസത്തിൻ്റെ വേലി, നിൻ്റെ പവറിൻ്റെ വേലിയെ സാത്താന് തൊട്ടാൻ പറ്റൂല. നീ വിശ്വസിക്കേ. എത്ര വലിയ മന്ത്രവാദിയായിരുന്നാലും, എത്ര വലിയ പൂജാരി വന്ന് നിനക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞാലും നടക്കൂല. കാരണം ദൈവം നിന്നെ വിളിക്കുമ്പോൾ തന്നെ നിൻ്റെ അകത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തന്നിട്ടുണ്ട്. ആ സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർപ്പാൻ ദൈവം നിൻ്റെ അകത്തൊരു അഭിഷേകത്തെ വെച്ചിട്ടുണ്ട്. ആ അഭിഷേകം ഇന്നാളുകളിൽ പുറത്ത് വരാൻ പോകുന്നു. ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്ററിനോട് അത് തന്നെയാണ് സംസാരിക്കുന്ന, വിശ്വാസികളോട് അദ്ദേഹം തന്നെ സംസാരിക്കുന്ന. എന്നും നിനക്ക് പോരാട്ടം എന്ന് പറഞ്ഞ് ഇരിക്കരുത്. പോരാട്ടം ഉണ്ട്, പക്ഷെ നീ തോക്കരുത്. നീ തോക്കേയില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അഭിഷേകത്താൽ ദൈവവചനം വായിച്ച്, അഭിഷേകത്താൽ ദൈവവചനത്തെ വായിച്ച് നിൻ്റെ ഹൃദയത്തിൽ ഒരു അത്ഭുതം നടക്കുന്നത് വരയ്ക്ക് നീ വായിക്കണം. ഹൃദയത്തിൽ എന്തൊരു അത്ഭുതം! ദൈവവചനം ഇരിക്കുന്നത് ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. ശ്രദ്ധിച്ചു നോക്കണം, മനസ്സിലാവുന്നുണ്ട്? ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വാ പ്രസ്താവിക്കും. സിംഹം വന്നപ്പോൾ അഭിഷേകത്താൽ കൊണ്ടാണ് ആ സിംഹത്തെ അവൻ കീറിയത്. കരടി വന്നപ്പോഴും അല്ലാതെ ദാവീദ് ചെന്ന് നേരിട്ട് കീറിയെന്നല്ല. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ ദാവീദ് ചെയ്യണം. അഭിഷേകത്തൈലം എപ്പോഴും വീണുവോ അന്നേരം ആ കാട്ടിന്ന് സിംഹങ്ങൾ സ്തോത്രം നേരെ വരാൻ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം, നീ ഒരു പരിശുദ്ധാത്മാവായി നിറഞ്ഞ ഒരു ദൈവദാസനാണെങ്കിൽ 4 ചുറ്റും നിനക്ക് പ്രശ്നം വരും, പക്ഷെ നിന്നെ തൊടത്തില്ല. ഇയ്യോബിനെ തൊടണമെങ്കിൽ എത്ര സെക്കൻഡ് വേണം? ദാവീദിനെ തൊടണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? തൊടാൻ പറ്റൂല. ഇതിൽ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയണ, നിൻ്റെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ്റെ ആ ഒരു പവർ നിൻ്റെ മേൽ കിടക്കും കാലം വരെയും ഒരു സാത്താന് നിന്നെ തൊടാൻ പറ്റൂല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തിരുവചനം പറയുന്നു, സാത്താൻ ഊട്ടാടി സഞ്ചരിച്ചു, ഇയ്യോബിനെ എങ്ങനെ പിടിക്കാമെന്ന് പറ്റിയില്ല. ഇതിൽ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, ഈ മാസം തൊട്ട് നീ ദൈവ സാന്നിധ്യത്തിൽ കയറിയിരുന്നോ? വാക്കുകളാൽ ബലപ്പെടട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറയുന്നു, 1 സെക്കൻഡ് കൊണ്ട് ആ കൽപ്പാത്രത്തിൻ്റെ അടുത്തിരുന്ന 2 വ്യക്തികൾ അത്ഭുതം ചെയ്തു. ഇതുവരെയ്ക്കും അവരത് യേശുവാണെന്ന്, യേശുവിനെ അത്രയും പരിചയമില്ല. 2 സെക്കൻഡ്. ഇനി ഒരുത്തനുണ്ട്, കള്ളൻ. ആ ക്രൂശിലെ സംഭവം വായിച്ചു നോക്കണം. ഒരു കള്ളൻ ഇപ്പുറത്തും ഒരു കള്ളൻ അപ്പുറത്തും, നടുക്ക് യേശു. 2-3 ദിവസം കൊണ്ടാണ് അവർ അത്ഭുതം കണ്ടത്. വിശ്വസിക്കേ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ?
ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.